കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചുവിരിച്ച് നയിച്ച മുൻ DCC പ്രസിഡന്റും മുൻ മന്ത്രിയുമായ എൻ രാമകൃഷ്ണൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷം. അനുയായികളും സഹപ്രവർത്തകരും NR എന്ന് സ്നേഹബഹുമാനത്തോടെ വിളിച്ച എൻ രാമകൃഷ്ണന്റെ സ്മരണയിൽ ഇന്ന് ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ നടന്നു വരികയാണ്. കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ രാവിലെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം മുൻ MLA പ്രൊഫസർ AD മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് ഭാഗത്ത് ഒരു രക്തസാക്ഷിയുടെ ദിനചര്യമായി കൊണ്ടുപോയി ഞാൻ NRന്റെ കൂടെ പോയി. അന്ന് NR പോകുമ്പോൾ പലപ്പോഴും നമ്മളെ വിളിച്ച് കൂടെ പോകും. കൂടെ പോയാൽ വേറൊരു ഗുണം ചെയ്യുന്നത് അദ്ദേഹം ഒരു പ്രസംഗവേദിയാണെങ്കിൽ ആദ്യം നമ്മളെ കൊണ്ട് പ്രസംഗിക്കും. കാരണം NR പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളാരും ഉണ്ടാവില്ല. പിന്നെ നമ്മളൊക്കെ ഒഴിഞ്ഞ കസേരയോട് സംസാരിക്കേണ്ടി വരും. അപ്പൊ കുഞ്ഞപ്പട്ടന്റെ രക്തസാക്ഷിത്വവുമായി കൊണ്ട് തളിപ്പറമ്പ് പോയപ്പോ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കല്ലേറാണ്. നമ്മൾ ആളുകളൊക്കെ ഓടിപ്പോവുകയാണ്. അന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നേതാവ് പപ്പനായിരുന്നു. ആനപ്പപ്പനെന്നാ വിളിക്കുക. ആ പപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ചിന്നിച്ചിതറി ഓടിപ്പോകുന്നു. NR ജീപ്പിൽ നിന്ന് ഇറങ്ങുകയല്ല, തുള്ളിച്ചാടുകയാണ്. NRന്റെ പ്രസംഗം ആരംഭിച്ചു. ഒരു അരമണിക്കൂർ കൊണ്ട് പോയവരെല്ലാം തന്നെ തിരിച്ചു വന്നു. അനുസ്മരണ യോഗത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു നേതാവ്. അദ്ദേഹം ഏറ്റെടുത്തിരുന്ന ജോലികളൊക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കുവാനും അത് വിജയകരമായി പൂർത്തിയാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നമുക്കറിയാം, തൊഴിൽ രംഗത്ത് അദ്ദേഹം വീടി തൊഴിലാളിയായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാൻ PT മാത്യു, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, അഡ്വക്കേറ്റ് റഷീദ് കവായി, സുരേഷ് ബാബു എളയാവൂർ, VV പുരുഷോത്തമൻ, K പ്രമോദ്, N രാമകൃഷ്ണന്റെ ഭാര്യ ജയലക്ഷ്മി, മകൾ അമൃത രാമകൃഷ്ണൻ, സഹോദരൻ നാവത് പ്രേമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.